പഹൽഗാം കൂട്ടക്കൊലയിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയ ബിലാവൽ ഭൂട്ടോയ്ക്ക് അമേരിക്കയിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. അമേരിക്കൻ കോൺഗ്രസ് പ്രതിനിധി ബിലാവൽ ഭൂട്ടോയോട് നേരിട്ട് ജെയ്ഷെ മുഹമ്മദുമായിട്ടുള്ള സകല ബന്ധവും പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്നും അവരെ ഉന്മൂലനം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്താണ് സാർ, ഈ ബിലാവൽ ഭൂട്ടോയുടെ സന്ദർശനം ഒരു വലിയ പരാജയമാണോ പാകിസ്ഥാൻ സമ്മാനിച്ചിരിക്കുന്നത്? പ്രശാന്തേ, പണ്ട് മുമ്പൊരു മരം വെട്ടുകാരൻ വനത്തിലേക്ക് പോയി. വനത്തിൽ ചെന്നു. അയാൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളാണ്, ഒരത്യാഗ്രഹമില്ല. അന്നന്ന് കിട്ടുന്ന വിറവ് വിറ്റിട്ട് ഉപജീവനം അരി വാങ്ങിച്ച് മക്കൾക്കും ഭാര്യയ്ക്കും കൊടുക്കും. അങ്ങനെ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. ഒരിക്കൽ അദ്ദേഹം മരം വെട്ടുമ്പോൾ, മരം വെട്ടുക എന്ന് പറയുന്നത് നമ്മുടെ പരിസ്ഥിതിയും കൂടെ ഓർക്കണം, മരത്തിനോട് അനുവാദം ചോദിച്ചിട്ടേ വെട്ടു അന്നത്തെ മരം വെട്ടുകാരൊക്കെ. ആ ഒരു ധർമ്മം പിന്തുടർന്നു. അങ്ങനെ ഒരു ദിവസം മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മഴുവിൻ്റെ തടിയിൽ നിന്ന് ഈ മഴു അങ്ങ് ഊരിപ്പോയി. അത് കണ്ട് വിഷമിച്ചു. അന്ന് പട്ടിണിയാവും കുട്ടികളും അമ്മയും ഒക്കെ. അപ്പോൾ വനദേവത തന്നെ വന്നിട്ട് അവന് സ്വർണ്ണ മഴുവുള്ള ഒരു കോടാരി എന്ന് സമ്മാനിച്ചു. വെട്ടിത്തള സ്വർണ്ണ മഴു സമ്മാനിച്ചു. അപ്പോൾ അതുകൊണ്ട് അവൻ വീണ്ടും മരം വെട്ടി തന്നെ ഉപജീവനമാർഗം നിർവഹിച്ചു. ഇത് കണ്ടപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ഒരു മരം വെട്ടുകാരനുണ്ടായിരുന്നു. അയാൾക്കൊരു പൂതി, ചേട്ടാ ഇതുപോലൊരു സ്വർണ്ണ മരം വെട്ടി കിട്ടിയാൽ എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് സുഖമായിട്ട് അതുകൊണ്ട് ജീവിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു ആഗ്രഹത്തോടു കൂടി അദ്ദേഹം ചെന്നിട്ട് മരത്തിൽ വെട്ടി. ഒരു രക്ഷയില്ല, മഴു ഊരിപ്പോകുന്നില്ല. അപ്പോൾ ആപ്പൊക്കെ ഊരി വെച്ച് വെട്ടി അത് ഊരിപ്പോയി. അപ്പോൾ വനദേവത വീണ്ടും പ്രത്യക്ഷപ്പെട്ട് ഇവൻ കരയുന്ന കണ്ടു. എന്താ കാര്യം? എനിക്ക് സ്വർണത്തിൽ തീർത്ത ഒരു മഴു വേണം എന്ന് പറഞ്ഞു. ഓ, അതാണ് ഇതിൻ്റെ ആഗ്രഹം അല്ലേ എന്ന് പറഞ്ഞ് വനദേവത, പലതരത്തിലെ ആഖ്യാനങ്ങളുണ്ട് ഇതിന്. വനദേവത അവൻ്റെ മഴുവും അതിൻ്റെ കയ്യും എല്ലാം ആയിട്ട് അപ്രത്യക്ഷമായി പിന്നെ കൊടുത്തുമില്ല. കാരണം മരം വെട്ടാൻ വരുന്നവന് മരം വെട്ടുക എന്നുള്ളതാണ് അവൻ്റെ ധർമ്മം. അതാണ് നിർവഹിക്കേണ്ടത്. അത്യാഗ്രഹങ്ങളിലേക്ക് പോകാൻ പാടില്ല. തന്നെയല്ല, മറ്റൊരാൾക്ക് ഇങ്ങനെ സ്വർണം കിട്ടിയത് കണ്ടിട്ട്, സ്വർണ്ണ മഴു കിട്ടിയത് കണ്ടിട്ട് ആഗ്രഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ഫെയറി ടെയിൽ തന്നെയാണ്, ശരിയായിട്ടുള്ളൊരു ഫെയറി ടെയിൽ. അതുപോലത്തെ അതൊരു ഗുണപാഠമാണ്, ഗുണപാഠ കഥ, സാരോപദേശ കഥയാണ്. അത്തരം ഒരു സാരോപദേശമാണ് ബിലാവൽ ഭൂട്ടോ ഇന്ത്യൻ്റെ 7 സംഘങ്ങൾ വിവിധ രാജ്യങ്ങളിൽ, 7 സമുദ്രങ്ങളിലേക്കും 7 സമുദ്രങ്ങൾക്കപ്പുറമുള്ള രാജ്യങ്ങളിലേക്കും, ഏതാണ്ട് 70ഓളം രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോൾ അതനുകരിച്ചുകൊണ്ട് പാകിസ്ഥാനും യുവസുന്ദരനായിട്ടുള്ള ബേനസീർ ഭൂട്ടോവിൻ്റെ മകനായിട്ടുള്ള ബിലാവൽ ഭൂട്ടോയെ അങ്ങോട്ട് അയച്ചത്. അദ്ദേഹം തന്നെയാണ് ഒരിക്കൽ ഐക്യരാഷ്ട്ര സഭയിൽ പറഞ്ഞത്, പാകിസ്ഥാൻ തീവ്രവാദമല്ല ഇറക്കുമതി ചെയ്യുന്നത്, കഴുതകളെയാണെന്ന്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കഴുതയാണ് ബിലാവൽ എന്ന് തെളിയിച്ചിരിക്കുകയാണ്. കഴുതയുടെ ഇറക്കുമതി പോലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കാരണം വാഷിങ്ടണിൽ, അതുപോലെ തന്നെ ലണ്ടനിൽ, ജർമ്മനിയിൽ, ബഹ്റൈനിലൊക്കെ ഇന്ത്യയുടെ ഒവൈസി, ശശി തരൂർ, രവിശങ്കർ പ്രസാദ്, കനിമൊഴി, സുപ്രിയ സുലെ എന്നിവർ ഉജ്ജ്വല ശബ്ദത്തിൽ ഇന്ത്യ എന്താണ്, ഇന്ത്യയുടെ സ്വത്വം എന്താണ്, ഇന്ത്യ സിന്ദൂരിലൂടെ ചെയ്തതെന്താണ്, എങ്ങനെ തീവ്രവാദത്തെ അമർച്ച ചെയ്യുക എന്ന ലോകത്തിന് മുഴുവൻ ആവശ്യമുള്ള ഒരു ദൗത്യത്തിൻ്റെ സ്തുത്യർഹമായിട്ടുള്ളൊരു പങ്ക് ഞങ്ങളെങ്ങനെ നിർവഹിച്ചു, നിങ്ങൾക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി, നാളേക്ക് വേണ്ടി എന്ന് അവരെ ഉദ്ബോധിപ്പിച്ച് കൺവിൻസ് ചെയ്തു. എതിരായിട്ടൊരു ചോദ്യം പോലും വന്നില്ല. ചോദ്യങ്ങൾ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ 1-2 ചോദ്യങ്ങൾ ഇന്ത്യയുടെ ദേശീയ ഭാഷ, അതിന് കണക്കിന് മറുപടി കനിവഴി കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ പിന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവിടെ ആരും ചോദിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി ഇവിടെ കിടക്കുന്നു ചോദിക്കുന്ന, മസിൽ പിടിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്കെല്ലാം ശശി തരൂർ ലോകത്തിൻ്റെ തന്നെ ആസ്ഥാനമായിട്ടുള്ള വാഷിങ്ടൺ DC-യിലെ മിടുക്കരായിട്ടുള്ള സമർത്ഥരായിട്ടുള്ള മാധ്യമപ്രവർത്തകരെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട്. ഒരു സംശയവും അവർ ഉന്നയിച്ചില്ല. കാരണം എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള മറുപടിയാണ് നൽകിയത്. ഇവിടെ എന്ത് പറ്റി? ബിലാവൽ ഭൂട്ടോയോടിത് പറഞ്ഞത് കോൺഗ്രസ് പ്രതിനിധിയായിട്ടാണ്, കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ ശബ്ദമാണ്, പാർലമെൻറ്റിൻ്റെ ശബ്ദമാണ്. ആ എല്ലാവർക്കും കൂടെ വരാൻ പറ്റില്ലല്ലോ. പറഞ്ഞത് ഇത്രയുമാണ്: നിങ്ങൾ തീവ്രവാദം അവിടെ ഇല്ലാതാക്കണം, തീവ്രവാദം എലിമിനേറ്റ് ചെയ്യണം നിങ്ങളുടെ രാജ്യത്ത്, കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ തീവ്രവാദത്തിനെതിരെയുള്ള അതിൻ്റെ കീഴിലുള്ള ഓർഗനൈസേഷൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുകയാണ് ഈ പാകിസ്ഥാൻ, പിടിച്ചു വച്ചിരിക്കുക.
എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന പ്രസ്ഥാനം തീവ്രവാദത്തിൻ്റെ അനുകൂല പക്ഷത്താണോ പ്രവർത്തിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സംശയം ന്യായമാണ്. വാസ്തവത്തിൽ ഇന്ത്യ സുരക്ഷാ കൗൺസിലിൽ അംഗത്വം ഇന്ത്യക്ക് കിട്ടിയില്ലെങ്കിൽ ഇന്ത്യ അതിൽ നിന്ന് പുറത്തു പോരുന്നതാണ് നല്ലത്. ഇങ്ങനൊരു ബാധ്യത ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല. ഇന്ത്യയുടേതായ വിധത്തിൽ ആഫ്രിക്കൻ രാജ്യങ്ങളുൾപ്പെടെ നമ്മുടെ ചുറ്റുമുള്ള ദരിദ്ര രാജ്യങ്ങളെ ഉൾപ്പെടെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണ്. അതിന് ഈ ഐക്യരാഷ്ട്രസഭയുടെ സർട്ടിഫിക്കറ്റുകളോ അനുമതിയോ ഒന്നും നമുക്ക് ആവശ്യമില്ല. എന്തിനാ ഇതിനകത്ത് പോയി കിടന്ന് വെറുതെ അപമാനിക്കപ്പെടുന്നത്? ഇങ്ങനെ സുരക്ഷാ കൗൺസിലിന് അംഗത്വം കൊടുക്കില്ല. എന്നിട്ട് പാകിസ്ഥാനെ പിടിച്ചിട്ട്, തീവ്രവാദത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള പാകിസ്ഥാനെ പിടിച്ചിട്ട് അവിടെ തീവ്രവാദത്തിനെതിരെയുള്ള പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത്. എന്നിട്ട് ഇന്ത്യ പറഞ്ഞതിനെതിരായിട്ട് ലോകബാങ്ക് ഇപ്പോൾ അവർക്ക് പിന്നെ വായ്പയും കൊടുത്തിരിക്കുക. അവരുടെ തകർന്നു പോയ തീവ്രവാദ താവളങ്ങൾ പുനരുദ്ധരിക്കാൻ വേണ്ടി എന്നോണം അങ്ങനെയും ചെയ്തിരിക്കുക. അങ്ങനെ ഇന്ത്യക്ക് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ അറിയാം. പാകിസ്ഥാനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ തുടരും. അവിടെ ശശി തരൂർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാകിസ്ഥാൻ്റെ മധ്യസ്ഥത ഇന്ത്യക്ക് ആവശ്യമില്ല. ആരോടാ പറഞ്ഞത്? കോൺഗ്രസ് അംഗത്തിനോടല്ല, ആ രാഷ്ട്രത്തിൻ്റെ നയങ്ങൾ തീരുമാനിക്കുന്ന വൈസ് പ്രസിഡന്റ് ജോർജ് വാൻസിനോടാണ് പറഞ്ഞത്. മുഖത്ത് നോക്കിക്കൊണ്ട് ഒരു മറുപടിയും പറഞ്ഞില്ലല്ലോ. ഒരു മറുപടിയും പിന്നെ ഒരു അപശബ്ദവും ഉണ്ടായില്ല. പാകിസ്ഥാനിൽ നിന്ന് മിടുക്കരായ പത്രപ്രവർത്തകർ ആരും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ല. ഇവിടെ ഒരു രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ കിടന്ന് നാടിനെ നാണക്കെടുത്താൻ വേണ്ടി, കോൺഗ്രസിനെയും നാണക്കെടുത്താൻ വേണ്ടി, ഈ നാട്ടിലെ ജനങ്ങളെയും അവരുടെ ഈ ഇൻ്റലിജൻസ് ലെവലിനെയും ബൗദ്ധിക നിലവാരത്തെയും ചോദ്യം ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള വളരെ ഈ ചാണകത്തിലൊക്കെ ഈ ഞാഞ്ഞൂല് കിടന്ന് നുരയുമല്ല, അതുപോലെ കിടന്ന് നുരഞ്ഞുകൊണ്ട് ചോദ്യം ചോദിക്കുന്ന, അറപ്പുളവാക്കുന്ന വിധത്തിൽ, നോസിയേറ്റിംഗ് ആകുന്ന വിധത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുക. ലോകത്തിൻ്റെ ക്രമത്തിൽ ഇന്ത്യക്കുള്ള സ്ഥാനമെന്തെന്ന് വ്യക്തമാക്കുന്ന സംഭവമാണ് വാഷിങ്ടണിൽ നടന്നത്. ഇന്ത്യൻ സംഘത്തിന് ഉജ്ജ്വലമായ സ്വീകരണം കിട്ടുന്നു, അഭിനന്ദനങ്ങൾ കിട്ടുന്നു, യോജിപ്പ് അവരോട് പ്രകടിപ്പിക്കുന്നു. ഇവിടെ ബിലാവൽ ഭൂട്ടോ ചെന്നപ്പോൾ അദ്ദേഹത്തിനോട് വിയോജിപ്പും അവരുടെ പ്രത്യേകിച്ചൊരു ഊന്നൽ അദ്ദേഹം കൊടുത്തത് ഉന്മൂലനം ചെയ്യണമെന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. ആരെയാണ്? അമേരിക്കൻ കോൺഗ്രസ് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനത്തെ ഉന്മൂലനം ചെയ്യണം. പാകിസ്ഥാൻ്റെ സ്പോൺസർഷിപ്പ് ഉള്ളതാണ്, ധനസഹായം ഉള്ളതാണ് ആ സംഘടനയെ ഉന്മൂലനം ചെയ്യുന്നുള്ള വാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു തരി പോലും ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശരിക്കും പ്രായോഗിക തലത്തിൽ മുഴുവനും ജെയ്ഷെ മുഹമ്മദ് കേഡറുകളെയും കൊല്ലണമെന്ന് തന്നെ അതിൻ്റെ അർത്ഥം. സ്ലീപ്പിംഗ് ആയിട്ടുള്ള സെല്ലിലുള്ളവരെയും കൊല്ലണം. ഭീകരവാദത്തിൻ്റെയും വേര് എന്ന് പറയുന്നത്, മൂല കാരണം എന്ന് പറയുന്നത് പാകിസ്ഥാൻ തന്നെയാണെന്നാണ് അതിലൂടെ വ്യക്തമാക്കുന്നത്. ഒരു സംശയവുമില്ല. പാകിസ്ഥാൻ ഇല്ലാതായെങ്കിൽ ലോകത്ത് ഭീകരവാദം ഇല്ലാതാവും. അതിൻ്റെ എല്ലാ സ്പോൺസർഷിപ്പും നടത്തിക്കൊണ്ടിരിക്കുന്ന, അതിനെല്ലാ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പിന്തുണയും കൊടുത്തുകൊണ്ടിരിക്കുന്ന, ചൈനയോട് കൂട്ടുപിടിച്ചുകൊണ്ട് താങ്ങി നിർത്തുന്ന ഒരു രാജ്യം പാകിസ്ഥാൻ മാത്രമാണ്. ചൈനയ്ക്ക് ഈ തീവ്രവാദത്തിനോട് അത്ര വലിയ പ്രതിബദ്ധതയൊന്നുമില്ല. പ്രതിബദ്ധതയുള്ള ഒരേ ഒരു രാജ്യമെന്ന് പറയുന്നത് പാകിസ്ഥാൻ മാത്രമാണ്. അതിൻ്റെ തണലിലാണ് ലോകമെങ്ങും ഭീകരവാദം താണ്ഡവമാടുന്നതും വളർന്നുകൊണ്ടിരിക്കുന്നതും പോഷിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. അത് തിരിച്ചറിഞ്ഞ കോൺഗ്രസ് തലയ്ക്ക് മൂളയുള്ള ആളുകളോടെ ഉണ്ട് അമേരിക്കയിൽ. അവർ പറഞ്ഞു ഇത് നിർത്തണമെന്ന്. ഡീപ് സ്റ്റേറ്റിൻ്റെ പിടിയിൽ പെടാത്തവർ. അതാണ്. ഒരേ സമയമാണ് ശശി തരൂരും പിന്നെ ബിലാവൽ ഭൂട്ടോയും വാഷിങ്ടണിൽ പോയത്. ശശി തരൂർ അവിടെ ആദരിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സ്വരം ലോകം കേട്ടു വാഷിങ്ടണിലൂടെ. അതേസമയം വലിയ സ്വീകാര്യത ലഭിച്ചു. അദ്ദേഹം ബിലാവൽ ഭൂട്ടോ ഒരു രാഷ്ട്ര തലവനും അപമാനിക്കപ്പെടാത്ത വിധം അപമാനിക്കപ്പെട്ടു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.